ഞങ്ങളുടെ 12 ദിവസത്തെ യാത്രയിൽ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്ന റാംഗഡ് ഇൻ ചിത്രകൂട്ട്. ചിത്രകൂട്ട് എന്ന ഡിസ്ട്രിക്റ്റിനെ വിശേഷപ്പെടുത്തുന്ന ടൂറിസം പ്ലേസുകളിൽ വളരെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് റാംഗഡ് ഓൺ ദ ഷോർ ഓഫ് മന്ദാകിനി നദി. കേദാർനാഥിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന നദിയാണ് മന്ദാകിനി. ഈ നദിയിലാണ് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ദിവസവും കുളിക്കാനായി വന്നിരുന്നതും ഭക്ഷണം പാകം ചെയ്യാനായി ഒരു കുടം വെള്ളം ശേഖരിച്ചിരുന്നതും എല്ലാം മന്ദാകിനി നദിയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, ദശരഥ മഹാരാജാവിൻ്റെ മരണം അറിഞ്ഞതിനു ശേഷം മകനായ ശ്രീരാമനും ലക്ഷ്മണനും പിതൃതർപ്പണം നടത്തിയതും മന്ദാകിനി നദിയിലാണ്. പല നിറത്തിലുള്ള പൂക്കളും തുണികളും ലൈറ്റുകളും ഒക്കെയായി അലങ്കരിച്ച ഒത്തിരി ബോട്ടുകളും വള്ളവും ഒക്കെ മന്ദാകിനി നദിയിലൂടെ കാണാൻ സാധിക്കും. രാത്രിയാകുമ്പോഴാണ് ഏറ്റവും ഭംഗി എന്നാണ് പറയപ്പെടുന്നത്. മന്ദാകിനി നദീതീരത്ത് തന്നെ ഭഗവാന്റെ ചെറിയ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. നദിയിലേക്ക് ഒഴുക്കുന്ന വിളക്കും പൂക്കളും വിൽക്കാനായി ഒത്തിരി സ്ത്രീകളും കുട്ടികളും നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദിവസവും 1000-ഓളം വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ് റാംഗഡ്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളെല്ലാം എപ്പോഴും അവൈലബിൾ ആണ്. നദി ചുറ്റിക്കണ്ട് വരാനായി പല ബോട്ടുകാരും പല റേറ്റും, നല്ല റേറ്റുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിൽ ഉണ്ടായിരുന്ന ആരും തന്നെ ബോട്ടിൽ കയറാനായി നിന്നില്ല. ആർക്കും ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോകാനുണ്ടായിരുന്നു. റാംഗഡിലെത്തുന്ന ഓരോ വിശ്വാസികളും മന്ദാകിനി നദിയിൽ ഇറങ്ങി കുളിച്ച് തൊഴാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ രാവിലെ കുളിച്ച് റെഡിയായാണ് ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ യാത്ര ആരംഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നദിയിൽ ഇറങ്ങി ഒന്ന് വെള്ളത്തിൽ തൊടുക മാത്രമാണ് ചെയ്തിരുന്നത്. ഒത്തിരി ആഗ്രഹങ്ങളോടെയും പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയുമാണ് ഓരോരുത്തരും നദിയിൽ ഇറങ്ങുന്നതും നദിയെ തൊട്ട് തൊഴുന്നതും ഒക്കെ. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ റാംഗഡ് ഇൻ ചിത്രകൂട്ടും കണ്ടു കഴിഞ്ഞിട്ട് ചിത്രകൂട്ടിലെ തന്നെ അതിപ്രശസ്തമായ ഗുപ്ത ഗോദാവരിയിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അൺടിൽ ഫീച്ചറിംഗ് ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ബൈ.